ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാണ്ട് ഇതുപോലൊരു മത്തങ്ങയുടെ പീസും ഇനി കുറച്ച് ഒരു കപ്പോളം അരിയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പമാണ്, എന്താ ഭയങ്കര ടേസ്റ്റുമാണ്, ഭയങ്കര ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രം പംകിൻ എടുത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്തൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1.25 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ അരച്ചെടുക്കാം. ചെറിയ കട്ടകൾ ഇരുന്നുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനൊരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാണ്ട് ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. ഇതിലും ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലെങ്കിൽ, അല്ലെങ്കിൽ നെയ്യ് ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. നെയ്യൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് കേട്ടോ നെയ്യ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ഏലക്കയും 2-3 ഗ്രാമ്പും ചെറിയ 2-3 കഷ്ണം പട്ടയും എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കട്ടെ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നതേ ഒരു 5-6 വെളുത്തുള്ളി അല്ലി എടുത്ത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതും ആ നെയ്യിൽ കിടന്ന് ഒന്നങ്ങ് മൂത്ത് വരട്ടെ. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇത് മതിയാവും. ഇനി ഇതിലേക്ക് ഒരു സവാള ഒന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പച്ചമുളകാണ്. അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് 2-3 ഒക്കെ എടുക്കാം. ഞാനിവിടെ ഒരെണ്ണേ ചേർക്കുന്നുള്ളേ. ഇനി ഇത് എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്നങ്ങ് വെന്ത് വന്നാൽ മതി, ഒരുപാട് നിറമൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒക്കെ വഴറ്റിയെടുത്താൽ മതിയാവേ. ഇപ്പം തന്നെ സവാളയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ? ഒരുപാട് നിറമൊന്നും മാറിയിട്ടില്ല, ഒന്ന് വെന്തൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കേ ഇനി ഇതിലേക്ക് ഞാനൊരു തക്കാളി ചേർക്കുന്നുണ്ട്. അത് ഒരു കുഞ്ഞി തക്കാളിയാണ് ചേർക്കുന്നത് കേട്ടോ. ഒരുപാട് വലിയ തക്കാളിയൊക്കെയാണ് കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗമൊക്കെ എടുത്താൽ മതി. ഇനി അതും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞു പോകുന്ന പരുവം വരെ ഒന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുത്താൽ മതി. ഒന്നങ്ങ് വെന്ത് വരണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ അതാണ് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞിട്ടൊന്നുമില്ല, കാണുമ്പോഴേ അറിയാം. ജസ്റ്റ് ഒന്നങ്ങ് വെന്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിയാണ് കേട്ടോ. അതായത് നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ചേർക്കാൻ. നിങ്ങൾക്ക് ഏത് ബിരിയാണി അരി വേണമെങ്കിലും എടുക്കാം. പിന്നെ പൊന്നി അരിയിൽ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോഴേ ഞാൻ ചെറിയ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ അരി ചേർത്തിട്ട് ഒന്ന് വറുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും ആ ചോറ് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോഴേ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഒരുപാട് നേരമായിട്ട് വറക്കുന്നതൊന്നുമില്ല, ചെറുതായിട്ട് ഒന്ന് മിക്സ് ആക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇത്രയൊക്കെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് വേവാനും പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതായത് നമ്മുടെ പംകിൻ്റെ ജ്യൂസ്, അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മളിപ്പം 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് എന്നുള്ള കണക്കിൽ വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പം നമുക്ക് ആ പംകിൻ ജ്യൂസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പംകിൻ ജ്യൂസ് തികയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ മതി. സാധാരണ നമ്മുടെ പച്ചവെള്ളം കൂടെ ചേർത്താൽ മതിയാവും. അപ്പം നമ്മൾ എടുക്കുന്ന എത്രയാണോ കണക്ക് അതിനനുസരിച്ച് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ പംകിനൊക്കെ കഴിക്കാതെ മാറ്റി വയ്ക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പംകിൻ്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും അറിയില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചോറ് കഴിക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബിരിയാണിയിൽ ഉപ്പ് ചേർക്കുന്ന പോലെ തന്നെ കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കണേ, എങ്കിലേ കറക്റ്റായിട്ട് അരിയിലൊക്കെ ഒന്ന് പിടിച്ച് വരുള്ളൂ.
വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. നമ്മുടെ റൈസ് റെഡിയാവും. അതാണ്ട് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പംകിൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പം ആവിയിൽ തന്നെ ഇരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ നമുക്ക് തോന്നും, കുറച്ച് മോയ്സ്റ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ. പക്ഷേ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നല്ല റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ തണുത്തിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പംകിൻ റൈസ് ആണ്. ഇനി ഇതിലേക്ക് ഫൈനലി ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഒരു പ്രത്യേക രുചിയാണ്, പിന്നെ അതുപോലെ ഒരു നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. അപ്പോഴേ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ മോന് പൈനാപ്പിൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ചേർക്കുന്നതാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. എന്തായാലും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.